അമേരിക്കൻ വിസ പതിച്ച ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് UAE തത്സമയ വിസ അനുവദിക്കും. മെയ് 1 മുതൽ ഈ സംവിധാനം നിലവിൽ വരുമെന്ന് എമിഗ്രേഷൻ വകുപ്പ് അറിയിച്ചു. ഇന്ത്യയും UAEയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള നടപടി എന്ന നിലയിലാണ് അമേരിക്കൻ വിസയോ ഗ്രീൻ കാർഡോ സ്വന്തമായുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് UAE ഓണറേബിൾ വിസ അനുവദിക്കുന്നത്. മെയ് 1 മുതൽ തത്സമയ വിസ അനുവദിക്കാൻ കഴിഞ്ഞ മാസം ചേർന്ന UAE മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് UAE മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് ആൻഡ് ഇന്റർനാഷണൽ കോഓപ്പറേഷൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. UAE അതിർത്തി ചെക്ക് പോസ്റ്റുകളിലെ എമിഗ്രേഷൻ ഓഫീസുകൾക്കും വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ എന്നിവിടങ്ങളിലെ എമിഗ്രേഷൻ ഓഫീസുകൾക്കും വിവരം കൈമാറിയതായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് വകുപ്പും അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, ദുബായ്. അപകടങ്ങൾ കുറയ്ക്കാൻ UAE വീണ്ടും ശിക്ഷാ നടപടികൾ വർദ്ധിപ്പിക്കുന്നു. വാഹനത്തിൽ നിന്ന് സിഗരറ്റ് കുറ്റികൾ പുറത്തേക്ക് എറിയുന്നവർക്കും വേഗപരിധി ലംഘിക്കുന്നവർക്കുമുള്ള പിഴ കൂട്ടാനാണ് തീരുമാനം. വാഹനത്തിൽ നിന്നും സിഗരറ്റ് കുറ്റികൾ പുറത്തേക്കെറിയുന്നവർക്ക് 1000 ദിർഹം പിഴ ചുമത്താനാണ് അബുദാബി തീരുമാനിച്ചിരിക്കുന്നത്. വാഹനത്തിന്റെ ഗ്ലാസ് താഴ്ത്തി ചവറുകൾ പുറത്തേക്കിടുന്നവർക്കും പിഴ കിട്ടും. പിഴയ്ക്ക് പുറമെ ഇത്തരക്കാരുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ 6 ബ്ലാക്ക് പോയിന്റ് പതിക്കണമെന്നാണ് ആഭ്യന്തര മന്ത്രാലയം ഗതാഗത വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ജൂൺ 15 മുതൽ നിലവിൽ വരുന്ന പരിഷ്കരിച്ച ട്രാഫിക് നിയമത്തിൽ പുതിയ മാറ്റങ്ങളുണ്ടാകും. വാഹനത്തിലുള്ള കുട്ടികളോ സഹയാത്രികരോ ചവറുകൾ പുറത്തേക്കിട്ടാലും ശിക്ഷ കിട്ടുന്നത് വാഹനം ഓടിക്കുന്ന വ്യക്തിക്കായിരിക്കും. പരിസ്ഥിതിയെ മോശമാക്കുന്ന തരത്തിലുള്ള ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് കനത്ത ശിക്ഷയാണ് പുതിയ ട്രാഫിക് നിയമ ഭേദഗതിയിലുള്ളതെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ജൂലൈ 1 മുതൽ ദുബായിൽ നിശ്ചയിച്ച വേഗപരിധിയേക്കാൾ 60 കിലോമീറ്ററിന് മുകളിൽ വണ്ടി ഓടിച്ചാൽ നേരത്തെ 1000 ദിർഹം പിഴ ശിക്ഷയായിരുന്നത് 2000 ആക്കി ഉയർത്തിയിട്ടുണ്ട്. നിശ്ചയിച്ച വേഗപരിധിക്കും 80 കിലോമീറ്ററിൽ അധികമായാൽ 3000 ദിർഹമാണ് ദുബായ് പോലീസ് ജൂലൈ 1 മുതൽ പിഴ ചുമത്തുക. മാതൃഭൂമി ന്യൂസ്, ദുബായ്. നിയമലംഘനങ്ങളുടെ പിഴ തുക ഇരട്ടിയായി വർദ്ധിപ്പിച്ചും വിവിധ കുറ്റങ്ങൾക്ക് പുതിയതായി പിഴ ഉൾപ്പെടുത്തിയുമുള്ള മസ്കറ്റ് നഗരസഭയുടെ ഉത്തരവ് പ്രാബല്യത്തിൽ വന്നു. പൊതുസ്ഥലങ്ങൾ ശുചിയായും വൃത്തിയായും സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് നഗരസഭ കർശനമായ പിഴ ശിക്ഷ നടപ്പാക്കുന്നത്. ആരോഗ്യം, സുരക്ഷ, പരിസ്ഥിതി എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി നിയമലംഘനങ്ങൾക്കാണ് പിഴ പരിഷ്കരിച്ചിരിക്കുന്നത്. മുനിസിപ്പൽ വാണിജ്യ പ്രവർത്തനങ്ങളുടെ ക്രമീകരണവും പൊതുജനാരോഗ്യവും ശുചിത്വവും സംരക്ഷിക്കാനും ലക്ഷ്യമിട്ടുള്ള 55/2017 നിയമപ്രകാരമാണ് ശിക്ഷാ ഭേദഗതി. മസ്കറ്റ് നഗരസഭ പരിധിക്കുള്ളിൽ പൊതുസ്ഥലത്ത് തുപ്പിയാൽ 20 ഒമാനി റിയാൽ പിഴ അടക്കേണ്ടി വരും. പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിച്ചാൽ 1000 റിയാൽ വരെയും പിഴ ഈടാക്കും. ഗാരേജുകൾക്ക് പുറത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുക, നഗരസഭ അനുമതിയില്ലാതെ മാലിന്യം നിക്ഷേപിക്കുന്ന പെട്ടികൾ നീക്കം ചെയ്യുകയോ നശിപ്പിക്കുകയോ ചെയ്യുക, മരങ്ങൾ, വീട്ടുപകരണങ്ങൾ എന്നിവയുടെ മാലിന്യങ്ങൾ അലക്ഷ്യമായി ഉപേക്ഷിക്കൽ എന്നീ കുറ്റങ്ങൾക്ക് 50 റിയാൽ വരെ പിഴ ഈടാക്കും. മലിനജലം പുറത്തേക്ക് ഒഴുക്കിവിടുകയോ പൊതുസ്ഥലങ്ങളിലും വാദികളിലും മാലിന്യം നിക്ഷേപിക്കുകയോ ചെയ്താൽ 500 റിയാൽ മുതൽ 1000 റിയാൽ വരെ പിഴ നൽകണം. മൃഗങ്ങളുടെയും പക്ഷികളുടെയും മാലിന്യങ്ങൾ മാലിന്യപ്പെട്ടികളുടെ പുറത്തോ മറ്റേതെങ്കിലും പൊതുസ്ഥലത്തോ നിക്ഷേപിക്കുക, ജനവാസയോഗ്യ പരിധി, ബീച്ചുകൾ, കെട്ടിടത്തിന്റെ മുകൾ ഭാഗം എന്നിവ ഉൾപ്പെടെയുള്ള പൊതുസ്ഥലങ്ങളിൽ മത്സ്യം ഉണക്കുക തുടങ്ങിയവയ്ക്ക് 100 ഒമാനി റിയാലും പിഴ നൽകേണ്ടി വരും. വാണിജ്യ വ്യവസായ കെട്ടിടങ്ങളിലെ മാലിന്യ ചോർച്ച, പെട്രോൾ സ്റ്റേഷനിൽ നിന്നോ ടാങ്കറിൽ നിന്നോ ഇന്ധനം റോഡിലേക്ക് ഒഴുക്കുക എന്നിവയ്ക്ക് 500 റിയാൽ മുതൽ 5000 റിയാൽ വരെയാണ് പിഴ ഈടാക്കുക. കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്ന പക്ഷം ശിക്ഷയും പിഴയും വർദ്ധിക്കും. മാതൃഭൂമി ന്യൂസ്, ഒമാൻ. ബഹ്റൈനിൽ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട 2 പേർക്ക് ക്രിമിനൽ കോടതി ശിക്ഷ വിധിച്ചു. രാജ്യത്ത് തീവ്രവാദ ആക്രമണങ്ങൾ നടത്തുന്നതിനായി ആയുധങ്ങളും സ്ഫോടന വസ്തുക്കളും ഉപയോഗിക്കാൻ പരിശീലനം നേടിയതാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം. നിയമം ലംഘിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഇറങ്ങിത്തിരിച്ച് ഇവരുടെ പൗരത്വവും റദ്ദാക്കി. പ്രതികൾക്ക് 10 വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചതായി ആന്റി ടെറർ ക്രൈം പ്രോസിക്യൂഷൻ ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടർ അറിയിച്ചു. അമിതമായി കീടനാശിനി ഉപയോഗിച്ചതായി തെളിഞ്ഞ പഴം, പച്ചക്കറി ഇനങ്ങൾക്ക് UAE വിലക്ക് ഏർപ്പെടുത്തി. ഒമാൻ, യമൻ, ഈജിപ്ത്, ലെബനൻ, ജോർദാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് വിലക്ക്. നിയന്ത്രണം മെയ് 15 മുതൽ നിലവിൽ വരും. UAE പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഉത്തരവ് പ്രകാരം യമനിൽ നിന്നുള്ള എല്ലാത്തരം പഴങ്ങളുടെയും ഇറക്കുമതി UAE നിരോധിച്ചു. ഒമാനിൽ നിന്നുള്ള ക്യാരറ്റ്, ചീരയിനമായ വാട്ടർ ക്രൈസ് എന്നിവയും ഈജിപ്തിൽ നിന്നുള്ള മുളകിനങ്ങൾ, ജോർദാനിൽ നിന്നുള്ള വഴുതന, മുളക്, ക്യാബേജ്, കോളിഫ്ലവർ, ലെറ്റ്യൂസ്, ബീൻസ്, ലെബനനിലെ ആപ്പിളുകൾ തുടങ്ങിയവയ്ക്കും വിലക്ക് ഏർപ്പെടുത്തി. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള മറ്റിനങ്ങൾ ഭക്ഷ്യയോഗ്യമാണെന്ന് തെളിയിക്കുന്ന പരിശോധനാ റിപ്പോർട്ടുകൾ ഹാജരാക്കാനും മന്ത്രാലയം ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മെയ് 15 മുമ്പായാണ് ഇവ ഹാജരാക്കേണ്ടത്. നിരോധിക്കപ്പെട്ട
ഉൾപ്പെട്ട ഇനങ്ങൾ കീടനാശിനി മുക്തമാണെന്ന് തെളിയിച്ചാൽ മാത്രമേ ഇവയ്ക്ക് വീണ്ടും ഇറക്കുമതി അനുമതി ലഭിക്കുകയുള്ളൂ. ബ്രിട്ടീഷ് കമ്മീഷൻ ഫോർ അക്രഡിറ്റേഷന്റെ അംഗീകാരമുള്ള ലാബുകളിലെ പരിശോധനാ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രാലയം നടപടിയെടുത്തത്. അസംസ്കൃതവും സംസ്കരിച്ചതുമായ ഇനങ്ങളെല്ലാം ലാബുകളിൽ പരിശോധിക്കുന്നുണ്ട്. ഭക്ഷ്യവസ്തുക്കളിലെ രാസവസ്തുക്കൾ പൊതുജനാരോഗ്യത്തെയും പരിസ്ഥിതിയെയും ഒരുപോലെ ബാധിക്കുമെന്നതിനാലാണ് കടുത്ത നടപടികൾ കൈക്കൊള്ളുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു. മത്സ്യമാംസ ഇനങ്ങളും രാജ്യത്ത് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, ദുബായ്. ഉത്തര കൊറിയൻ വിഷയത്തിൽ അമേരിക്ക കടുത്ത നിലപാടിലേക്ക്. മുഴുവൻ സെനറ്റർമാരെയും ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് വിളിപ്പിച്ചു. ഉത്തര കൊറിയ വീണ്ടും സൈനിക പരിശീലനം നടത്തിയ സാഹചര്യത്തിലാണ് അസാധാരണമായ നടപടി. ഉത്തര കൊറിയക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ നീക്കം തുടങ്ങിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ അസാധാരണ നീക്കം. മുഴുവൻ സെനറ്റർമാരോടും നാളെ വൈറ്റ് ഹൌസിലെത്താൻ ട്രംപ് ആവശ്യപ്പെട്ടു. നിലവിലെ സാഹചര്യങ്ങൾ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ജെയിംസ് മാറ്റിസും സ്റ്റേറ്റ് സെക്രട്ടറി റെക്സ് ടില്ലേഴ്സണും സെനറ്റ് അംഗങ്ങൾക്ക് വിശദീകരിക്കും. യുദ്ധകാലങ്ങളിലെ അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമാണ് ഇത്തരം അസാധാരണ യോഗങ്ങൾ വിളിക്കാറുള്ളത്. 6ാം ആണവ പരീക്ഷണം ഉത്തര കൊറിയ മാസങ്ങൾക്കകം നടത്തിയേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്. ഈ സാഹചര്യത്തിൽ അമേരിക്കൻ സെനറ്റിന്റെ അസാധാരണ യോഗത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതേസമയം ഇന്ന് രാവിലെ സ്ഫോടക വസ്തുക്കളടക്കം ഉപയോഗിച്ച് ഉത്തര കൊറിയ വീണ്ടും സൈനിക പരിശീലനം നടത്തി. സൈനിക ദിനത്തോടനുബന്ധിച്ചായിരുന്നു പരിശീലനം. അതേസമയം UN സെക്യൂരിറ്റി കൗൺസിലിൽ സമ്മർദ്ദം ചെലുത്തി ഉത്തര കൊറിയക്കെതിരായ ഉപരോധങ്ങൾ ശക്തമാക്കാനും ട്രംപ് ഭരണകൂടം നീക്കം തുടങ്ങി. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്. ദുബായിൽ നടക്കുന്ന അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ ഇന്ത്യയുടെ പവലിയൻ ശ്രദ്ധേയമാവുന്നു. യോഗയും ആയുർവേദവും അടക്കമുള്ള ചികിത്സാ രീതികൾ പരിചയപ്പെടുത്തുന്ന ഇന്ത്യ പവലിയനിൽ കേരളത്തിൽ നിന്നുള്ള നിരവധി പേർ പങ്കെടുക്കുന്നുണ്ട്. ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന ബാനറിലാണ് ഇന്ത്യ തങ്ങളുടെ വിനോദസഞ്ചാര മേഖല സന്ദർശകർക്ക് പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ 15 വർഷമായി ദുബായിൽ നടക്കുന്ന ATMൽ സാന്നിധ്യമറിയിക്കുന്ന ഇന്ത്യ ഇത്തവണ യോഗയും ആയുർവേദമടക്കമുള്ള വെൽനസ് ടൂറിസവുമാണ് അവതരിപ്പിക്കുന്നത്. കേരളത്തിൽ നിന്നടക്കം ഇന്ത്യൻ പവലിയനിൽ 24 വിനോദസഞ്ചാര സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങൾ അണിനിരക്കുന്നു. കേരളം, കർണാടക, ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളുടെ വിനോദസഞ്ചാര വകുപ്പുകൾ മേളയിലുണ്ട്. എയർ ഇന്ത്യ, ITDC, IRCTC എന്നിവയും ഇവർക്കൊപ്പമുണ്ട്. 90 ലക്ഷത്തിനടുത്ത് വിദേശ വിനോദസഞ്ചാരികളാണ് 2016 ഇന്ത്യയിലെത്തിയത്. കഴിഞ്ഞ 3 വർഷമായി ഇന്ത്യയിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവിൽ 17% വർധനവുണ്ടായിട്ടുണ്ടെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ വിപുൽ പറഞ്ഞു. This year the theme that we have chosen under the overall banner of Incredible India is to focus on yoga and wellness with the comprehensive strategic partnership that India and UAE have now entered into. We hope that the travel and tourism will further build on between India and UAE. വിനോദസഞ്ചാര ചികിത്സാ ആവശ്യങ്ങൾക്കുള്ള വിസ നടപടികൾ ലളിതമാക്കിയത് ഇന്ത്യക്ക് ഗുണപരമായിട്ടുണ്ട്. 161 രാജ്യങ്ങളിലുള്ളവർക്ക് ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഈ വിസ കിട്ടും. ഗൾഫ് നാടുകളിൽ നിന്നും വിനോദസഞ്ചാരം, ചികിത്സ എന്നിവയ്ക്കായി സഞ്ചാരികളുടെ വരവ് കൂടിയിട്ടുണ്ട്. സൗദി അറേബ്യ, UAE, ബഹ്റിൻ, ഒമാൻ, ഈജിപ്ത്, തുർക്കി, സുഡാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതലായി സഞ്ചാരികൾ ഇന്ത്യയിലേക്ക് എത്തുന്നത്. 2016 ഈ ടൂറിസ്റ്റ് വിസയിൽ 10,79,696 വിദേശ വിനോദസഞ്ചാരികളാണ് ഇന്ത്യയിലെത്തിയത്. 2015 ഇത് 4,45,300 പേർ മാത്രമായിരുന്നു. Simplification of visa processes in India for tourism, business, medical and also other categories. This boost will come in the coming years, and Indian tourism industry will benefit from that. ATMലെ ഇന്ത്യൻ ടൂറിസത്തിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ദുബായിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ വിപുൽ, ടൂറിസം മന്ത്രാലയത്തിലെ സാമ്പത്തികകാര്യ ഉപദേഷ്ടാവ് ഗ്യാൻഭൂഷൺ, എയർ ഇന്ത്യ കൺട്രി മാനേജർ സാഗിത് സരൺ എന്നിവർ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, ദുബായ്. UAEയിൽ നിന്ന് ഈ വർഷം മുതൽ വിദേശികൾക്ക് ഹജ്ജ് പെർമിറ്റ് അനുവദിക്കില്ല. ഹജ്ജ് നടപടിക്രമങ്ങൾ സംബന്ധിച്ച് സൗദി അറേബ്യയുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് പുതിയ പ്രഖ്യാപനം. UAEയിലുള്ള വിദേശികൾ അവരുടെ മാതൃരാജ്യത്തിന് അനുവദിച്ചിട്ടുള്ള ക്വാട്ടയുടെ ഭാഗമായി ഹജ്ജ് അനുഷ്ഠിക്കണമെന്ന നിർദ്ദേശം UAE അംഗീകരിച്ചു. ഈ വർഷം 20,000-ഓളം പേരാണ് UAEയിൽ നിന്ന് ഹജ്ജിന് അപേക്ഷിച്ചിരിക്കുന്നത്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇനി മുതൽ വെള്ളിയാഴ്ചകളിൽ അടച്ചിടും. ദുബായ് ക്രീക്ക് വഴിയുള്ള ജലഗതാഗതത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്നതിന്റെ ഭാഗമായാണ് നടപടി. വ്യാഴാഴ്ച രാത്രി 10-ന് അടയ്ക്കുന്ന പാലം ഇനി മുതൽ ശനിയാഴ്ച രാവിലെ 6-നായിരിക്കും തുറക്കുക. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അടച്ചിട്ടിരിക്കുന്ന സമയത്ത് മക്തൂം ബ്രിഡ്ജ് വഴി സാലിക് നൽകാതെ യാത്ര ചെയ്യാനാകുമെന്ന് RTA അറിയിച്ചു. സൗദിയിലെ റെന്റ് കാർ ഓൺലൈൻ ടാക്സി സ്ഥാപനങ്ങളിൽ സമ്പൂർണ്ണ സ്വദേശിവൽക്കരണം വരുന്നു. ഇതിന്റെ ഭാഗമായി തൊഴിൽ, സാമൂഹിക വികസന മന്ത്രാലയവും പൊതുഗതാഗത അതോറിറ്റിയും ധാരണാപത്രം ഒപ്പുവെച്ചു.
റെന്റ് എ കാർ ഓൺലൈൻ ടാക്സി സേവന മേഖലയുടെ സേവന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സ്വദേശി യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരം ലഭ്യമാക്കുന്നതിനുമാണ് ധാരണാപത്രം ഒപ്പുവെച്ചത്. സുരക്ഷിതമായ യാത്ര ഒരുക്കുന്നതിനും തൊഴിൽ വിപണി പരിഷ്കരിക്കുന്നതിനും ധാരണാപത്രത്തിൽ വ്യവസ്ഥയുണ്ടെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഇതുപ്രകാരം റെന്റ് എ കാർ ഓൺലൈൻ ടാക്സി മേഖലയിൽ സ്വദേശികൾക്ക് പ്രായോഗിക പരിശീലനം നൽകും. സ്വദേശിവൽക്കരണത്തിന് മനുഷ്യവിഭവ വികസന ശേഷിയിൽ നിന്ന് നൽകുന്ന സാമ്പത്തിക സഹായം ഇവർക്കും ലഭ്യമാക്കും. സ്വദേശിവൽക്കരണം ലംഘിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്തുന്നതിന് ഈ സംവിധാനം ഏർപ്പെടുത്തും. ഇതിനു പുറമെ സംയുക്ത പരിശോധനകളും നടത്തും. ഓൺലൈൻ ടാക്സി കമ്പനികളിലും സമ്പൂർണ്ണ സ്വദേശിവൽക്കരണം നടപ്പിലാക്കും. ഇത് ഉറപ്പുവരുത്തുന്നതിന് കമ്പനി ഡ്രൈവർമാരുടെ ഡേറ്റാബേസ് തൊഴിൽ മന്ത്രാലയവും പൊതുഗതാഗത അതോറിറ്റിയും പരിശോധിക്കണമെന്നും ധാരണാപത്രത്തിൽ വ്യവസ്ഥയുണ്ട്. വിദേശികൾ സ്വന്തം കാറുകൾ ഉപയോഗിച്ച് ഓൺലൈൻ ടാക്സി കമ്പനികളിൽ ജോലി ചെയ്യുന്നത് നിയമലംഘനമാണ്. ടാക്സി കമ്പനികളുടെ സ്പോൺസർഷിപ്പിൽ പെർമിറ്റുള്ള കാറുകൾ ഓടിക്കുന്നതിന് വിദേശികൾക്ക് വിലക്കില്ല. യൂബർ, കരീം തുടങ്ങിയ ഓൺലൈൻ ടാക്സി കമ്പനികളുടെ കീഴിൽ വിദേശികൾ സ്വന്തം കാറുകളിൽ ടാക്സി സർവീസ് നടത്തുന്നുണ്ട്. ഇത് ഇല്ലാതാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും ധാരണാപത്രം വ്യക്തമാക്കുന്നു. മാതൃഭൂമി ന്യൂസ്, റിയാദ്. ബഹ്റൈനിൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയ മലയാളി സുരക്ഷാ ജീവനക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്ത് നാട്ടിലേക്ക് അയച്ചു. ഖമീസിലെ ബിലാദ് അൽ ഖദീം അവന്യൂവിന് സമീപമുള്ള ഫ്ളാറ്റ് സമുച്ചയത്തിൽ ജോലി ചെയ്യുകയായിരുന്നു ഇയാൾ. സമീപത്ത് താമസിക്കുന്ന ഒരു സ്ത്രീ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും റിമാൻഡിൽ നിന്ന് പുറത്തിറങ്ങിയ ഇയാളെ തൊഴിലുടമ പിന്നീട് വിസ റദ്ദ് ചെയ്ത് നാട്ടിലേക്ക് മടക്കി അയക്കുകയുമായിരുന്നു. മുഹമ്മദ് നബിയെക്കുറിച്ച് വാട്സപ്പിലൂടെ മോശമായ പരാമർശം നടത്തിയ മലയാളിയെ ബഹ്റൈൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു സ്വദേശിയുടെ വസതിയിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന മലയാളിയാണ് നിലവാരമില്ലാത്ത ഭാഷയിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇട്ടത്. ഇതേ തുടർന്ന് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ലഭിച്ച നിരവധി പരാതികളെ തുടർന്നാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇടവേള.